ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീൻ ആണെങ്കിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈവനിങ് റുട്ടീനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈവനിങ് റുട്ടീൻ്റെ. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഇന്ന് ഈവനിങ് റുട്ടീൻ കാണിക്കാൻ വിചാരിച്ചു. എന്നാൽ ഞാൻ ഇന്നാണ് ഈ കലണ്ടർ മാറ്റിയത്. കുറേ നാളായിട്ട് സെപ്റ്റംബറിലെങ്ങാണ്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നവംബറിലേക്ക് എങ്കിലും എടുത്തിട്ടത്. കുറച്ചായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ കിടക്കുന്നത്. കലണ്ടറെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ പഠിക്കാനായിട്ട് എടുത്തേക്കുന്നത് IP ആണ്. പക്ഷേ എനിക്ക് IP പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. സ്കൂളിലാണെങ്കിലും എന്തൊക്കെയോ പഠിപ്പിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിന് മുമ്പുള്ളതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ അത്യാവശ്യം ഈസിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു പോയില്ലെങ്കിൽ അതും കൂടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് IP പഠിക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് എൻ്റെ അമ്മ തയ്ച്ചതാണ്. എനിക്ക് വേണ്ടി തയ്ച്ചു തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെനിക്ക് വീട്ടിലിടാൻ വേണ്ടി തയ്ച്ചതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പുറത്ത് പോകാനായിട്ട് ഇടാനായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. പക്ഷേ ഇത് വീട്ടിലിടുന്ന രീതിക്കാണ് എൻ്റെ അമ്മ തയ്ച്ചേക്കുന്നത്. നമുക്കിത് വീട്ടിലിടാം. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈയിടെയായിട്ടൊന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒന്നും ക്ലീൻ ആക്കേണ്ട ആ ഒരു ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ IP പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബുക്കാണ്. ഞാൻ വീട്ടിൽ തന്നെ നോട്ടൊക്കെ എടുക്കുന്നൊരു ബുക്കാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഞാൻ തന്നെയാണ് എൻ്റെ സ്കൂൾ നോട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. സ്കൂൾ നോട്ടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുമെങ്കിലും ഞാൻ ഇത് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ റെഫർ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആവാറായിട്ടുണ്ട്. കുറേ ചാപ്റ്റേഴ്സ് പഠിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. ഈ ചാപ്റ്ററും കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ കഴിയാറായി. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ടീച്ചറിൻ്റെ അടുത്ത് എത്തണം. നമ്മൾ ടീച്ചറെക്കാട്ടും മുമ്പേ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത് അതിനെക്കാട്ടും കൂടുതൽ പഠിച്ചു പോകണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഞാനത് ആക്കിയിട്ടില്ല. അതിൻ്റേതായ പ്രശ്നമുണ്ട്. പിന്നെ ഇന്നെനിക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കതെല്ലാം ഞാനത് വഴിയെ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ വരാൻ പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ട് നോക്കാനുണ്ട്, ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് നോക്കാനായിട്ട്. കാരണം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് സ്വസ്ഥമായിട്ട് നിങ്ങോട്ട് നോക്കാമല്ലോ. അത് നോക്കണം. പിന്നെ ചെറുതായിട്ട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേണം നാളെ സ്കൂളിൽ പോയിട്ട് ബാക്കിയൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഇത് പിടിക്കുന്നൊരു പരിപാടിയാണ്. എനിക്ക് നല്ല സമാധാനമായിട്ടിരുന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പഠിത്തം ഒന്ന് സെറ്റാക്കിയിടണം. നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അമ്മയൊന്നും പറയില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. പഠിക്കാണ്ടൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് എന്നൊരു ഇത് കിട്ടും. അപ്പോൾ പഠിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമേ IP എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് IP വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു പുതിയ ചാപ്റ്ററൊന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ പഴയ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. തിയറി പോർഷൻസ് കുറച്ച് റിവൈസ് ചെയ്തതിന് ശേഷം ഞാൻ എക്കണോമിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിലെ പുതിയ ചാപ്റ്റർ ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. തുടങ്ങി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും തന്നെ ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് വായിച്ച അനുസരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും തുടങ്ങിയതേ ഉള്ളൂ. കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഒന്ന് തുടങ്ങി വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷൻസും കൂടെ ഒന്ന് കവർ ആയതിന് ശേഷം ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാത്രമുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.